ഇറാനിലുള്ള ഇന്ത്യക്കാർ ഉടൻ രാജ്യം വിടണം. BLM കേരള, തമിഴ്നാട്, പോണ്ടിച്ചേരി. പശ്ചിമേഷ്യയിൽ ഇറാനും അമേരിക്കയും തമ്മിലുള്ള സംഘർഷം കടുക്കുന്ന പശ്ചാത്തലത്തിൽ ഇറാനിലേക്ക് യാത്ര ചെയ്യുന്ന ഇന്ത്യക്കാർക്ക് പുതിയ യാത്രാ മുന്നറിയിപ്പ് പുറപ്പെടുവിച്ച് കേന്ദ്ര സർക്കാർ. ഇന്ത്യൻ പൗരന്മാർ ഇറാനിലേക്കുള്ള എല്ലാ യാത്രകളും ഈ ഘട്ടത്തിൽ മാറ്റിവെക്കണമെന്നാണ് നിർദ്ദേശം. ടെഹ്റാനിലെ ഇന്ത്യൻ എംബസിയാണ് പുതിയ യാത്രാ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. പശ്ചിമേഷ്യയിലെ സാഹചര്യങ്ങൾ സുരക്ഷിതമാകുന്നതുവരെ യാത്രകൾ മാറ്റിവെക്കണമെന്ന് എംബസി നിർദ്ദേശിച്ചു. അടിയന്തരമോ അല്ലാത്തതോ ആയ ഏതൊരു ആവശ്യത്തിനും ഇപ്പോൾ ഇന്ത്യക്കാർ ഇറാനിലേക്ക് യാത്ര ചെയ്യരുതെന്നാണ് അറിയിപ്പ്. മാത്രമല്ല, നിലവിൽ ഇറാനിലുള്ള വിദ്യാർത്ഥികളോ ബിസിനസ്സുകാരോ അടക്കമുള്ള ഇന്ത്യക്കാർ തൽക്കാലത്തേക്ക് രാജ്യത്തേക്ക് തിരിച്ചു വരുന്ന കാര്യം പരിഗണിക്കണമെന്നും ലഭ്യമായ വിമാന സർവീസുകൾ ഉപയോഗിച്ച് ഇറാൻ വിടണമെന്നും ഇന്ത്യൻ എംബസി നിർദ്ദേശിക്കുന്നു. അതേസമയം ഇറാനിൽ തന്നെ തുടരേണ്ടി വരുന്ന ഇന്ത്യൻ പൗരന്മാർ അതീവ ജാഗ്രത പുലർത്തണം. പ്രാദേശിക മാധ്യമങ്ങളുടെ സ്ഥിതിഗതികൾ നിരീക്ഷിക്കണമെന്നും സൈനിക നീക്കം നടക്കുന്ന പ്രദേശങ്ങളിൽ നിന്ന്, പ്രത്യേകിച്ച് ഇറാന്റെ തെക്കൻ തീര പ്രദേശങ്ങളിൽ നിന്ന് സുരക്ഷിതമായ മറ്റിടങ്ങളിലേക്ക് മാറണമെന്നും നിർദ്ദേശമുണ്ട്. ഇറാനിലുള്ള ഇന്ത്യക്കാരിൽ ഇതുവരെ ഇന്ത്യൻ എംബസിയിൽ രജിസ്റ്റർ ചെയ്യാത്തവർ ഉണ്ടെങ്കിൽ ഉടൻ തന്നെ പേര് വിവരങ്ങൾ രജിസ്റ്റർ ചെയ്യണം. ഇന്റർനെറ്റ് തടസ്സങ്ങൾ ഉള്ളവർക്ക് ഇന്ത്യയിലുള്ള അവരുടെ ബന്ധുക്കളുടെ സഹായത്തോടെ രജിസ്ട്രേഷൻ പൂർത്തിയാക്കാം. പാസ്പോർട്ടും മറ്റു പ്രധാന തിരിച്ചറിയൽ രേഖകളും എപ്പോഴും കയ്യിൽ കരുതണം. മാത്രമല്ല, സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിക്കുന്ന വ്യാജ വാർത്തകളിൽ വീണ് പോകരുതെന്നും നിർദ്ദേശമുണ്ട്. അതേസമയം ഇറാന്റെ ആക്രമണത്തിൽ ഒരു US സൈനികൻ കൂടി കൊല്ലപ്പെട്ടതായാണ് റിപ്പോർട്ട്. വടക്കൻ ഇറാഖിലാണ് സംഭവം. വെടിവെച്ചിട്ട് ഡ്രോണിൽ നിന്ന് സ്ഫോടക വസ്തുക്കൾ നീക്കം ചെയ്യുന്നതിനിടെയാണ് US സൈനികന്റെ മരണം സംഭവിച്ചതെന്നാണ് US സെൻട്രൽ കമാൻഡിന്റെ വിശദീകരണം. സംഭവത്തിൽ ഒരാൾക്ക് പരിക്കേറ്റതായും സെൻകോം വിശദീകരിച്ചു. ഇതോടെ ഇറാനെതിരെയുള്ള യുദ്ധം ആരംഭിച്ച ശേഷം കൊല്ലപ്പെടുന്ന US സൈനികരുടെ എണ്ണം 17 ആയി. കഴിഞ്ഞ ദിവസം ജോർദാനിലെ US സൈനിക താവളങ്ങൾക്ക് നേരെ ഇറാൻ നടത്തിയ ആക്രമണത്തിൽ 2 US സൈനികർ കൊല്ലപ്പെട്ടിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇറാഖിലും ഒരു US സൈനികൻ കൂടി കൊല്ലപ്പെട്ടിരിക്കുന്നത്. അതേസമയം US സൈനികൻ കൂടി കൊല്ലപ്പെട്ടതിന് പിന്നാലെ ഇറാന് നേരെ US വ്യോമാക്രമണം ശക്തമാക്കിയിരിക്കുകയാണ്. ഇറാന് നേരെ ഞായറാഴ്ച രാത്രി ശക്തമായ ആക്രമണം നടത്തുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഇറാന്റെ സൈനിക കേന്ദ്രങ്ങളെയും ഹോർമൂസിലെ കപ്പലുകളെ ആക്രമിക്കാനുള്ള സംവിധാനങ്ങളെയും ലക്ഷ്യമിട്ടായിരുന്നു ഞായറാഴ്ച മുതൽ US ആക്രമണം നടത്തിയെന്നാണ് റിപ്പോർട്ട്. തുറമുഖ നഗരമായ ചബഹാറിൽ നിരവധി സ്ഫോടക ശബ്ദങ്ങൾ കേട്ടതായി മെഹർ വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തു. US ആക്രമണങ്ങളെ ഇറാന്റെ വ്യോമ പ്രതിരോധ സംവിധാനം ഫലപ്രദമായി നേരിട്ടെന്നും ഇറാൻ മാധ്യമങ്ങളുടെ റിപ്പോർട്ടിലുണ്ട്. വടക്ക് പടിഞ്ഞാറൻ നഗരമായ തബ്രീസിൽ US വ്യോമാക്രമണം നടത്തിയതായി ഇറാൻ പ്രസ് ടിവിയും റിപ്പോർട്ട് ചെയ്തു. എന്നാൽ ആളപായം ഉണ്ടായതായി വിവരങ്ങളില്ല. അതിനിടെ ഹോർമൂസ് കടലിടുക്കിലെ തെക്കൻ പാതയിലൂടെ കടന്നുപോകാൻ ശ്രമിച്ച 2 കപ്പലുകൾ തകർത്തതായി ഇറാന്റെ IRGC അവകാശപ്പെട്ടു. എന്നാൽ ഏത് രാജ്യങ്ങളുടെ കപ്പലുകളാണ് ആക്രമിക്കപ്പെട്ടതെന്ന് വ്യക്തമല്ല. മേഖലയിൽ സംഘർഷം രൂക്ഷമായതോടെ ബഹ്റൈനിലെ US എംബസി പൗരന്മാർക്ക് ജാഗ്രതാ നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. വെബ് ഡെസ്ക് കർമ്മ ന്യൂസ്.